അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, നാളെ ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയ ഒരു ദിവസമാണ് നാളത്തെ. നമ്മളൊക്കെ വലിയ സന്തോഷമാണ് ഓഗസ്റ്റ് 15 വരുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള സ്കൂളുകളിലും മദ്രസകളിലും ഒക്കെയും പതാക ഉയർത്തിയും മധുരം വിതരണം ചെയ്തും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ നേതാക്കളുടെ ഓർമ്മകൾ അയവിറക്കുകയും ചരിത്രങ്ങളെ പറയുകയും പ്രസംഗിക്കുകയും പുതിയ തലമുറയിലേക്ക് അത് നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ഒരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് നാളത്തെ ദിവസത്തിലുണ്ടാകുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം ഈ വിഷയത്തിലൊക്കെ വലിയ താല്പര്യമുണ്ട് എന്ന് മാത്രമല്ല, നമ്മൾ വളരെയേറെ ആത്മാർത്ഥതയോടെ തന്നെ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിന് വലിയ പ്രാധാന്യം നമ്മൾ കാണുന്നുണ്ട്. കാരണം നമ്മുടെ മുൻഗാമികളായ ആളുകൾ, അതിലെല്ലാ ആളുകളുമുണ്ട്. മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മറ്റുള്ള പല ആളുകളും ഐക്യത്തോടെ സാഹോദര്യത്തോടെ ഈ രാജ്യത്തിൻ്റെ ശത്രുവായ ബ്രിട്ടീഷുകാർക്കെതിരെ, നമ്മളെ അടിമകളാക്കാൻ ശ്രമിക്കുന്ന, നമ്മളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന, നമ്മളെ ചൂഷണം ചെയ്ത ഈ വിഭാഗം ആളുകളെ ഈ രാജ്യത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ നമ്മുടെ മുൻഗാമികൾ വളരെയേറെ ത്യാഗം ചെയ്തിട്ടുണ്ട്. അത് കേവലം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 വർഷം കൊണ്ടോ നേടിയെടുത്തതല്ല നമ്മുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വർഷങ്ങൾ നമ്മുടെ മുൻഗാമികൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, പടപൊരുതിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ മുസ്ലിങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നാൽ ഈ മുസ്ലിങ്ങൾ അഭിമാനമായി കാണുന്ന 2 നേതാക്കളാണ് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. ഈ 2 അലി സഹോദരന്മാർ, അവരെ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു മാതാവുണ്ട്, ബീഗം ആബിദ. അവർ ആ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ വളരെയേറെ ആവേശത്തോടെ, കണ്ണീരോടുകൂടെ ഇങ്ങനെയുള്ള പ്രവർത്തനത്തിന് അയക്കുന്ന ഒരു ചിത്രം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിത്വങ്ങളായിരുന്നു ഇവരൊക്കെ. ഗാന്ധിജി ഏറെ സ്നേഹിച്ചിരുന്ന ആളുകളാണ്. ഗാന്ധിജിയും അങ്ങനെ തന്നെയാണ്. വളരെ
ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് അദ്ദേഹം. അതിനുവേണ്ടി ഒരു ദരിദ്രനെ പോലെ അദ്ദേഹം ജീവിച്ചു. കുപ്പായമിടാതെ ജീവിച്ചു ഗാന്ധിജി. കഠിനമായ തണുപ്പ് ഉണ്ടാകുമ്പോൾ പോലും കുപ്പായം ധരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല, ചെരുപ്പ് ധരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം ഒരു സന്യാസിയെപ്പോലെ ത്യാഗം നിറഞ്ഞ ഒരു ജീവിതം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നയിച്ചു. അങ്ങനെ ഒട്ടനവധി ആളുകൾ, പറഞ്ഞാൽ തീരാത്ത അത്ര വലിയ ആളുകൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട്. അവരൊക്കെയും ആഗ്രഹിച്ച ഇന്ത്യ എന്ന് പറയുന്നത് ഗാന്ധിജിയും അലി സഹോദരന്മാരും എങ്ങനെ ജീവിച്ചു, ഹൈന്ദവ വിശ്വാസത്തോട് താല്പര്യമുള്ള ഗാന്ധിജിയും ഇസ്ലാമത വിശ്വാസത്തിനോട് താല്പര്യമുള്ള അലി സഹോദരന്മാരും ഐക്യത്തോടെ, മമതയോടെ, സ്നേഹത്തോടെ ഒരു വീട്ടിലെ അംഗങ്ങളെപ്പോലെ അവർ ജീവിച്ചു. ആ ഒരു വഴിയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് അവരൊക്കെയും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്വഭാവമായി മാറാൻ ആഗ്രഹിച്ചത്. അഴിമതിയെയും പക്ഷപാതത്തെയും വിവേചനത്തെയും തൊട്ടുകൂടായ്മയെയും ഒക്കെ നമ്മുടെ രാജ്യം എതിർക്കുന്നുണ്ട്. അതോടൊപ്പം ഭീകരവാദവും തീവ്രവാദവും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് രാജ്യം നിഷ്കർഷിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആകെത്തുക എന്ന് പറയുന്നത് ഓരോരുത്തരും അവനവൻ്റെ മതത്തിൽ വിശ്വസിക്കുമ്പോഴും അവനവൻ്റെ ആശയത്തിൽ നിലകൊള്ളുമ്പോഴും നമ്മുടെ രാജ്യത്തിനോടുള്ള സ്നേഹവും താല്പര്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ അവനവൻ്റെ മത ആചാരങ്ങളിൽ നിലകൊള്ളാൻ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്തിന് വേണ്ടി മതവിശ്വാസം വലിച്ചെറിയണമെന്നല്ല, അല്ലെങ്കിൽ മറ്റുള്ള മതവിശ്വാസികളെ അവരുടെ മത ആചാരങ്ങളെ കുറ്റപ്പെടുത്തണം എന്നുമല്ല. അവരവരുടെ മതപരമായ കാര്യങ്ങൾ ചെയ്യട്ടെ. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ലാ ഇക്റാഹ ഫിദ്ദീനി, ദീനിൻ്റെ കാര്യത്തിൽ ഒരാളെയും നിർബന്ധിക്കാൻ പാടില്ല. അഥവാ നിർബന്ധിച്ച് ഒരാളെ മതത്തിലേക്ക് ചേർക്കുന്ന ഒരു രീതി ഇസ്ലാമിൽ ഇല്ല എന്നർത്ഥം. ഇസ്ലാമിലുള്ള സാഹോദര്യവും സൗഹൃദവും ഒക്കെ വളരെയേറെ ശ്രദ്ധേയമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ മക്ക വിട്ട് മദീനത്തേക്ക് ചെന്നപ്പോൾ അവിടെ ജൂതന്മാരുണ്ടായിരുന്നു. പക്ഷെ ആ ജൂതന്മാരോട് റസൂലുള്ള സൗഹാർദ്ദത്തോടെയാണ് പെരുമാറിയത്. ആ ജൂതന്മാരുമായി കരാറിൽ ഏർപ്പെടുക പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. അവർ കരാറ് ലംഘിച്ചപ്പോഴാണ് യുദ്ധത്തിൻ്റെ സാഹചര്യം ഒരുങ്ങി വന്നത്. ഖൈബർ സമരം അങ്ങനെയാണ് അരങ്ങേറുന്നത്. അഥവാ റസൂലുള്ളാഹി തങ്ങൾ മദീനത്തേക്ക് റസൂലുള്ളാഹിക്ക് വന്നപ്പോൾ എല്ലാവരും റസൂലുള്ളാഹിനെ സ്വീകരിച്ചു. പക്ഷെ ആ പേര് പറഞ്ഞുകൊണ്ട് ഒറ്റ ജൂതനെയും മദീനത്തുനിന്ന് റസൂലുള്ള ഒഴിവാക്കിയില്ല. അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, ഒഴിവാക്കാൻ റസൂലുള്ള ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ പിന്നീട് എത്രയോ ജൂതന്മാരാണ് ഇസ്ലാമിലേക്ക് വന്നത്.
ജൂത ഗ്രന്ഥത്തിൽ വലിയ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതനാണ് അബ്ദുല്ലാഹിബിനു സലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം ആകുകയാണ്, നിർബന്ധിച്ചിട്ടല്ല. അദ്ദേഹം ഒരുപാട് പരിശോധിച്ചു റസൂലുള്ളാഹിനെ, എന്നിട്ടാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. അപ്പോഴൊക്കെ റസൂലുള്ള അവരോട് സൗഹൃദത്തോടുകൂടെയാണ് പെരുമാറിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് നമ്മുടെ രാജ്യത്ത് കാണുന്ന ഒരു ചിത്രം അങ്ങനെയല്ല. എന്തിൻ്റെയൊക്കെ പേരിൽ ആളുകൾ വേട്ടയാടപ്പെടുന്നു. അവർ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു എന്ന് ആരോപണം പറഞ്ഞിട്ട്, ബീഫ് സൂക്ഷിച്ചു വച്ചു എന്ന് ആരോപണം പറഞ്ഞിട്ട്, ബീഫ് കഴിച്ചു എന്ന് ആരോപണം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവർ ഒരു തെറ്റ് ചെയ്തു എന്ന് അവരെ കൊണ്ട് മറ്റാളുകൾ തെറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് നിർബന്ധിക്കുക. ഈ ഒരു രീതി ഒരിക്കലും നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഇഷ്ടപ്പെടുന്നതല്ല. ഹിന്ദുവായ ഗാന്ധിജിയെ ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളും ഇന്നും ബഹുമാനിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു വശങ്ങൾ വളരെ താല്പര്യത്തോടെ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തുള്ള എല്ലാവരെ പോലെയും, അല്ലെങ്കിൽ അവരെക്കാളും മുസ്ലിങ്ങൾ. വായനയിലും എഴുത്തിലും ഒക്കെ മറ്റു മതവിശ്വാസികളെക്കാൾ കൂടുതൽ ഇസ്ലാമിക വിശ്വാസികളാണ് മുന്നിലുള്ളത്. അവരുടെ ഗ്രന്ഥങ്ങളിലും അവരുടെ പാഠശാലകളിലും ഒക്കെ ഗാന്ധിജി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഗാന്ധിജിയുടെ ആ ധീരമായ നിലപാട് എപ്പോഴും പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കൊരു മതത്തോട് വിരോധം ഇല്ല. ഇസ്ലാം ഒരു മതത്തെ ഇല്ലായ്മ ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുമില്ല. ഓരോരുത്തർക്കും അവനവൻ്റെ മതം അനുസരിച്ച് ജീവിക്കാം. നാളെ പരലോകത്ത് എന്നാൽ ഓരോരുത്തർക്കും അതിൻ്റെ പ്രതിഫലം കിട്ടും. അള്ളാഹു പൊരുത്തപ്പെടുന്ന ഇസ്ലാമിൻ്റെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയിലാണ് ജീവിച്ചതെങ്കിൽ സ്വർഗം കിട്ടും എന്നാണ് ഇസ്ലാമിൻ്റെ വിശ്വാസത. അത് കരുതി മറ്റൊരു മതവിഭാഗത്തോട് അല്ലെങ്കിൽ മതത്തിൻ്റെ ആളുകളോട് അനീതി കാണിക്കണമെന്നോ ഒന്നും പഠിപ്പിക്കണില്ല. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മളെ ഒത്തൊരുമിപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അഭിമാനാർഹമായ ഒരു രീതി. ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും ബുദ്ധനെയും ജൈനനെയും എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തി, ഒരുമിച്ചൊരു കുടക്കീഴിൽ നിർത്തി എന്നുള്ളതാണ് നമ്മുടെ രാജ്യം ചെയ്ത വലിയൊരു ധർമ്മത. ഈ രാജ്യത്തിൻ്റെ ഒരു സന്തോഷകരമായ അവസ്ഥ അതെന്നും നിലനിൽക്കട്ടെ. അങ്ങനെ നമ്മുടെ മുൻഗാമികൾ കണ്ട ആ ഒരു സ്വപ്നം പൂവണിക്കാൻ, അല്ലെങ്കിൽ അതിൽ തന്നെ നമ്മുടെ രാജ്യം നിലകൊള്ളാനുള്ള തൗഫീക്ക്, അതിനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ. നമ്മുടെ ഈ ഓഗസ്റ്റ് 15 എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി